വെൽക്കം ടു പി എച്ച് ബിഗിനേഴ്സ് ഹെൽപ്പ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളെക്കുറിച്ചാണ്. ഭിന്നസംഖ്യകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിവരാ അംശവും ഛേദവും മാത്രമാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഓടിവരാ. പക്ഷേ അതിനിടയിലും പലതും നമുക്ക് പഠിക്കാനുണ്ട്. സാധാരണ ഭിന്നമുണ്ട്, വിഷമ ഭിന്നമുണ്ട്, മിശ്രഭിന്നമുണ്ട്, പിന്നെ ചെറുതേത് വലുതേത്, അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതുമായി റിലേറ്റഡ് വരും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ ഇത് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഭിന്നസംഖ്യകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്: സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്രഭിന്നം. എന്താണ് സാധാരണ ഭിന്നം? സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതുമായ ഭിന്നസംഖ്യകളെയാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അംശം ചെറുതും ഛേദം വലുതുമായ ഭിന്നസംഖ്യകളെയാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അംശം എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട്, ഛേദം എന്ന് പറഞ്ഞാൽ ലോവർ പാർട്ട്. മുകളിലുള്ളതാണ് അംശം, താഴെയുള്ളതാണ് ഛേദം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: 2/5, 7/9, 16/21. 16/21 കേസിൽ 16 ആണ് 21-നേക്കാളും ചെറുത്. അതുപോലെ തന്നെ 2/5 2 ആണ് 5-നേക്കാളും ചെറുത്. അതുപോലെ തന്നെ 7/9 7 ആണ് 9-നേക്കാളും ചെറുത്. അപ്പോൾ ഇവയെല്ലാം സാധാരണ ഭിന്നത്തിന് എക്സാമ്പിളാണ്. സാധാരണ ഭിന്നം ഓർത്തു വെക്കാൻ ഒരു ഐഡിയ ഉണ്ട്. സാധാരണ നമ്മൾ ബസ്സിലൊക്കെ കയറിയാൽ മുതിർന്നവർക്ക് നമ്മൾ സീറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെറിയ പ്രായമുള്ളവർ എന്ത് ചെയ്യും? നിൽക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ ഭിന്നത്തിൽ ചെറിയ ആൾക്കാരെന്ത് ചെയ്യും? നിൽക്കും. മുതിർന്ന ആൾക്കാരെന്ത് ചെയ്യും? ഇരിക്കും. ഇരിക്കുക എന്ന് പറഞ്ഞാൽ താഴെയല്ല ഉണ്ടാവുക, നിൽക്കുന്നവർ കുറച്ച് മുകളിലോട്ടേക്ക് ആയിട്ടായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 16 ചെറുതാണ് 21-നേക്കാളും, 21 മുതിർന്നതായോണ്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ 2, ഈ 2 ചെറുതായോണ്ട് നിൽക്കുന്നു. മുതിർന്ന ആളായ 5 എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു, അല്ലേ? 2 നിൽക്കുന്നു, 5 ഇരിക്കുന്നു. താഴെ 9 താഴെ ഇരിക്കുന്നു, 7 ചെറിയ ആളായോണ്ട് നിൽക്കുന്നു. സാധാരണ ഭിന്നത്തിൽ നമ്മൾ ഓർക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ, അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. സാധാരണ ഭിന്നം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ കഴിയും. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. സാധാരണ ഭിന്നത്തിൻ്റെ വില എന്ന് പറയുന്നത് എപ്പോഴും 1-നേക്കാളും കുറവായിരിക്കും. സാധാരണ ഭിന്നസംഖ്യകളുടെ വില എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് വിഷമഭിന്നം നോക്കാം. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ഓക്കെ, സാധാരണ ഭിന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിഷമഭിന്നം. എക്സാമ്പിളും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അംശം വലുതും ഛേദം ചെറുതുമായ ഭിന്നസംഖ്യകളെയാണ് വിഷമഭിന്നം എന്ന് പറയുന്നത്. അംശം വലുതും ഛേദം ചെറുതുമായ ഭിന്നസംഖ്യകളെയാണ് വിഷമഭിന്നം എന്ന് പറയുന്നത്. എക്സാമ്പിൾ 10/4, 8/7, 14/13. പിന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. വിഷമഭിന്നത്തിൻ്റെ വില 1-നേക്കാളും കൂടുതലായിരിക്കും. വിഷമഭിന്നത്തിൻ്റെ വില 1-നേക്കാളും കൂടുതലായിരിക്കും. സാധാരണ ഭിന്നമാണെങ്കിലോ 1-നേക്കാളും കുറവായിരിക്കും. ഓക്കെ, തേർഡ് വൺ, മിശ്രഭിന്നം. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി ചേർന്നതാണ് മിശ്രഭിന്നം. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി ചേർന്നതാണ് മിശ്രഭിന്നം. ഇവിടെ 1/2 1 പൂർണ്ണസംഖ്യയാണ്. പിന്നെ 1/2 എന്ന് പറയുന്നത് സാധാരണ ഭിന്നസംഖ്യയാണ്, അല്ലേ? അപ്പോൾ 2 കൂടി ചേർന്നതാണ് മിശ്രഭിന്നം. മിശ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേർന്നത്, അല്ലേ? കൂടിച്ചേർത്തത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ 7 3/4 7 പൂർണ്ണസംഖ്യയാണ്. 3/4 എന്ന് പറയുന്നത് സാധാരണ ഭിന്നവുമാണ്. 8 5/4 അതുപോലെ തന്നെ 8 പൂർണ്ണസംഖ്യയാണ്. 5/7 സാധാരണ ഭിന്നമാണ്.
നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? 12/13, 15/15, 28/35, 17/23. 12/13, 15/15, 28/35, 17/23. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. സാധാരണ ഭിന്നമാണോ, വിഷമ ഭിന്നമാണോ, മിശ്രഭിന്നമാണോ തന്നിരിക്കുന്നത് എന്നാണ്. സാധാരണ ഭിന്നമാണെങ്കിൽ അതിൻ്റെ വില 1 കുറവായിരിക്കും. വിഷമ ഭിന്നമാണെങ്കിൽ അതിൻ്റെ വില 1 കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം. നമുക്കൊന്ന് പരിശോധിക്കാം. 12/13 ഇത് സാധാരണ ഭിന്നമാണ്. കാരണം അംശം ഛേദത്തിനേക്കാളും ചെറുതാണ്. 12 13 ചെറുതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1 കുറവായിരിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. 15/15 ഇതിൻ്റെ വില എന്താ? 15/15 1 ആയിരിക്കും അല്ലേ. അടുത്തത് 28/35 ഇതും സാധാരണ ഭിന്നമാണ്. കാരണം 28 35 ചെറുതാണ്. അംശം ഛേദത്തിനേക്കാളും ചെറുതാണ് ഇവിടെ. അതുകൊണ്ട് ഇതിൻ്റെ വിലയും 1 കുറവായിരിക്കും. അടുത്തത് 17/23 ഇതും സാധാരണ ഭിന്നത്തിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് ഇതും 1 കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തന്നെ പറയൂ, ഏതാണ് ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ? ആദ്യത്തേത് 1 കുറവാണ്, രണ്ടാമത്തേത് 1 ആണ്, മൂന്നാമത്തേതും 1 കുറവാണ്, നാലാമത്തേതും 1 കുറവാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 15/15 ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻസ്: 14/15, 21/24, 13/12, 35/40. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഞാൻ എഴുതാം. 14/15, 21/24, പിന്നെ 13/12, 35/40. ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് തരം ഭിന്നസംഖ്യയാണ് ഇവിടെ ഉള്ളത് എന്നാണ്. സാധാരണ ഭിന്നമാണെങ്കിൽ അതിൻ്റെ വില 1 കുറവായിരിക്കും. വിഷമ ഭിന്നമാണെങ്കിൽ 1 കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. 14/15 അല്ലേ, അത് സാധാരണ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില 1 കുറവായിരിക്കും. അടുത്തത് 21/24 അതും സാധാരണ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിലയും എന്താ? 1 കുറവായിരിക്കും. അടുത്തത് 13/12. 13/12 എന്താ? വിഷമ ഭിന്നമാണ്. കാരണം ഇവിടെ അംശം ഛേദത്തേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇത് ഒരു വിഷമ ഭിന്നത്തിന് എക്സാമ്പിളാണ്. വിഷമ ഭിന്നമാണ് ഇത്. അതുകൊണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1 കൂടുതലായിരിക്കും. 1 കൂടുതലായിരിക്കും ഇതിൻ്റെ വില. അടുത്തത് 35/40 ഇതും ഒരു സാധാരണ ഭിന്നമാണ്. കാരണം അംശം ഛേദത്തേക്കാളും ചെറുതാണ് ഇവിടെ. അതുകൊണ്ട് ഇതിൻ്റെ വില 1 കുറവായിരിക്കും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 13/12 ആയിരിക്കും അല്ലേ. കാരണം അതൊരു വിഷമ ഭിന്നമാണ്. ബാക്കിയെല്ലാം എന്താ? സാധാരണ ഭിന്നമാണ്. വിഷമ ഭിന്നത്തിൻ്റെ വില 1 കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 13/12 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻസ്: 53/48, 37/34, 67/66,
37/40. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ എന്നാണ്. സാധാരണ ഭിന്നമാണെങ്കിൽ വില 1 കുറവായിരിക്കും, വിഷമ ഭിന്നമാണെങ്കിൽ വില 1 കൂടുതലായിരിക്കും. ആദ്യത്തേത് 53/48 ആണ്. 53 ആയ അംശം 48 ആയ ഛേദത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് 53/48 എന്ന് പറയുന്നത് വിഷമ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1 കൂടുതലായിരിക്കും അല്ലേ. ഇനി അടുത്തത് 37/34. 37/34 വിഷമഭിന്നമാണ്. ഇതിൻ്റെ വിലയും 1 കൂടുതലായിരിക്കും. അടുത്തത് 67/66. ഇതും ഒരു വിഷമഭിന്നമാണ്. കാരണം അംശം ഛേദത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിലയും 1 കൂടുതലായിരിക്കും. അടുത്തത് 37/40. 37/40 എന്ന് പറയുന്നത് സാധാരണ ഭിന്നമാണ്. കാരണം ഇവിടെ അംശം ഛേദത്തെക്കാളും കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില 1 കുറവായിരിക്കും. ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഒന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഭിന്നം. അതായിരിക്കും ചെറിയ സംഖ്യ അല്ലേ. സാധാരണ ഭിന്നത്തിൻ്റെ വില മാത്രമാണ് 1 കുറവുള്ളത്. ബാക്കി വിഷമ ഭിന്നത്തിൻ്റെ 1 കൂടുതലാണ്. ഇവിടെ ആകെയുള്ള ഒരു സാധാരണ ഭിന്നം 37/40 ആണ്. അതുകൊണ്ട് ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 37/40 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻസ് 14/15, 21/24, 13/12, 35/40. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഞാൻ എഴുതാം. 14/15, 21/24, പിന്നെ 13/12, 35/40. ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് തരം ഭിന്നസംഖ്യയാണ് ഇവിടെ ഉള്ളത് എന്നാണ്. സാധാരണ ഭിന്നമാണെങ്കിൽ അതിൻ്റെ വില 1 കുറവായിരിക്കും. വിഷമ ഭിന്നമാണെങ്കിൽ 1 കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. 14/15 അല്ലേ, അത് സാധാരണ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില 1 കുറവായിരിക്കും. അടുത്തത് 21/24, അതും സാധാരണ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിലയും 1 കുറവായിരിക്കും. അടുത്തത് 13/12. 13/12 വിഷമ ഭിന്നമാണ്. കാരണം ഇവിടെ അംശം ഛേദത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് ഇത് ഒരു വിഷമ ഭിന്നത്തിന് എക്സാമ്പിളാണ്. വിഷമ ഭിന്നമാണ് ഇത്. അതുകൊണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1 കൂടുതലായിരിക്കും. 1 കൂടുതലായിരിക്കും ഇതിൻ്റെ വില. അടുത്തത് 35/40. ഇതും ഒരു സാധാരണ ഭിന്നമാണ്. കാരണം അംശം ഛേദത്തെക്കാളും ചെറുതാണ് ഇവിടെ. അതുകൊണ്ട് ഇതിൻ്റെ വില 1 കുറവായിരിക്കും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 13/12 ആയിരിക്കും അല്ലേ. കാരണം അതൊരു വിഷമ ഭിന്നമാണ്. ബാക്കിയെല്ലാം സാധാരണ ഭിന്നമാണ്. വിഷമ ഭിന്നത്തിൻ്റെ വില 1 കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 13/12 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻസ് 53/48, 37/34, 67/66, 37/40. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ എന്നാണ്. സാധാരണ ഭിന്നമാണെങ്കിൽ വില 1 കുറവായിരിക്കും. വിഷമ ഭിന്നമാണെങ്കിൽ വില 1 കൂടുതലായിരിക്കും. ആദ്യത്തേത് 53/48 ആണ്. 53 ആയ അംശം 48 ആയ ഛേദത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് 53/48 എന്ന് പറയുന്നത് വിഷമ ഭിന്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ
ഒന്നിൽ കൂടുതലായിരിക്കും അല്ലേ. ഇനി അടുത്തത് 37/34. 37/34ഉം വിഷമഭിന്നമാണ്. ഇതിൻ്റെ വിലയും ഒന്നിൽ കൂടുതലായിരിക്കും. അടുത്തത് 67/66. ഇതും ഒരു വിഷമഭിന്നമാണ്. കാരണം അംശം ഛേദത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിലയും ഒന്നിൽ കൂടുതലായിരിക്കും. അടുത്തത് 37/40. 37/40 എന്ന് പറയുന്നത് സാധാരണ ഭിന്നമാണ്. കാരണം ഇവിടെ അംശം ഛേദത്തെക്കാളും കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില ഒന്നിൽ കുറവായിരിക്കും. ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഒന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഭിന്നം. അതായിരിക്കും ചെറിയ സംഖ്യ അല്ലേ. സാധാരണ ഭിന്നത്തിൻ്റെ വില മാത്രമാണ് ഒന്നിൽ കുറവുള്ളത്. ബാക്കി വിഷമ ഭിന്നത്തിൻ്റെ ഒന്നിൽ കൂടുതലാണ്. ഇവിടെ ആകെയുള്ള ഒരു സാധാരണ ഭിന്നം 37/40 ആണ്. അതുകൊണ്ട് ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 37/40 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ ഏത്? ഓപ്ഷൻസ് 12/13, 8/9, 15/16, 20/21. 12/13, 8/9, 15/16, 20/21. ഈ 4ഉം സാധാരണ ഭിന്നമാണ്. സാധാരണ ഭിന്നത്തിൻ്റെ വില നമുക്കറിയാം ഒന്നിൽ കുറവാണ്. അപ്പം 4ഉം സാധാരണ ഭിന്നം തരുമ്പോൾ എങ്ങനെ കണ്ടെത്തും ഇതിൽ വലിയ സംഖ്യ? ഇവിടെ നമ്മൾ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ 12/13 അല്ലേ. 12ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് ഛേദമായത്. അതുപോലെ തന്നെ 8/9 അംശമായ 8ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് 9 ആയത് താഴെ. അതുപോലെ തന്നെ ഇവിടെ 15ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് താഴെ 16 ആയത്. 20 അങ്ങനെ തന്നെ 20ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് ഛേദം 21 ആയത്. അപ്പോൾ ഇവിടെ എല്ലാം 1 കൂട്ടിയിട്ടാണ് ഛേദം വരുന്നത്. അംശത്തിൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് അല്ലേ ഛേദം വരുന്നത്. അപ്പം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 1 ഈ 4 കേസിലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1. അങ്ങനെയാണെങ്കിൽ സാധാരണ ഭിന്നത്തിൽ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1 നിങ്ങൾ നോക്കേണ്ടത് ഏതിലാണ് സാധാരണ അംശവും ഛേദവും വലുത്? മറ്റുള്ള ഭിന്നത്തെക്കാളും വലുതായ അംശവും ഛേദവും ഉള്ളതായിരിക്കും വലിയ സംഖ്യ. ഇവിടെ 12/13, 8/9, 15/16, 20/21. ഇതിൽ ഏറ്റവും വലിയ അംശവും ഛേദവും ഉള്ളത് 20/21 അല്ലേ. ഇവിടെ 20 നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിലും എന്താ ഉള്ളത്? അംശം 12, 8 ഉണ്ട്, 15 ഉണ്ട്. അതൊക്കെ ചെറുതാണ്. വലുത് 20 ആണ്. അതുപോലെ തന്നെ ഇനി 21 നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഛേദങ്ങളെല്ലാം 13, 9, 16 ചെറുതാണ് അല്ലേ. 21 തന്നെയാണ് വലുത്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 20/21 തന്നെയായിരിക്കും. എന്താണ് പറഞ്ഞത് മനസ്സിലായോ? തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം സാധാരണ ഭിന്നം ആയിരിക്കുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ ഒരേ സംഖ്യ ആയിരിക്കുകയും ചെയ്താൽ വലിയ അക്കങ്ങൾ അംശവും ഛേദവുമായുള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻസ് 1/2, 3/4, 5/6, 6/7. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഏത് തരം ഭിന്നമാണ് ഇവയൊക്കെ എന്നാണ്. ഇവിടെ 1/2ഉം 3/4ഉം 5/6ഉം 6/7ഉം സാധാരണ ഭിന്നമാണ് അല്ലേ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം 4ഉം സാധാരണ ഭിന്നമാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ 1/2 ആയാലും 3/4 ആയാലും 5/6 ആയാലും 6/7 ആയാലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1 കിട്ടുന്നത്. അതായത് സെയിം നമ്പർ തന്നെയാണ് ഈ 4 ഓപ്ഷൻസിൻ്റെയും അംശവും ഛേദവും
തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏത് ഭിന്നത്തിൻ്റെ അംശവും ഛേദവുമാണ് കൂട്ടത്തിൽ ചെറുത് എന്ന് നോക്കണം. ഇവിടെ അംശം നോക്കുകയാണെങ്കിൽ 1/2, 3/4, 5/6, 6/7 ചെറുത് 1 തന്നെയാണ് അല്ലേ. ഇനി ഛേദം നോക്കുകയാണെങ്കിൽ 2, 4, 6, 7 അതിൽ 2 തന്നെയാണ് ചെറുത്. അതുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടെത്തി. 1/2 ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വലുത് ഏത്? 5/6, 1/2, 7/9, 1/4. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഏത് തരം ഭിന്നമാണെന്നാണ്. ഇവിടെ 5/6 സാധാരണ ഭിന്നമാണ്, 1/2 സാധാരണ ഭിന്നമാണ്, 7/9 സാധാരണ ഭിന്നം, 1/4 സാധാരണ ഭിന്നം. പിന്നെ നമ്മൾ നോക്കേണ്ടത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം സെയിം ആണോ എന്നാണ്. 5/6 വ്യത്യാസം 1 ആണ്, 1/2 1 ആണ്, 7/9 2 ആണ്, 1/4 3 ആണ്. അപ്പോൾ വ്യത്യസ്തമാണ് അവിടെ അല്ലേ. അപ്പം അംശങ്ങളും ഛേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഓരോന്നിനും ഓരോന്നാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമുക്കിതിൽ നിന്ന് വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുകയും വേണം. അപ്പോൾ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ ലസാഗു കാണുക. ഓക്കെ, ഛേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 6, 2, 9, 4 ഈ ഓരോ ഭിന്നസംഖ്യയുടെയും ഛേദങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ലസാഗു കാണുക. ഓക്കെ, ഇവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 3 കിട്ടും, 1, ഇവിടെ 9 അങ്ങനെ തന്നെ വെക്കാം. അടുത്തത് 4/2 2 ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഇവിടെ 1 വരും, 1 അങ്ങനെ തന്നെ വെക്കാം. ഇവിടെ 3 വരും, അടുത്തത് 2 അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ LCM നമുക്ക് എന്ത് കിട്ടും? LCM ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. LCM 2 × 3 6, 6 × 1 6, 6 × 1 6, 6 × 3 18, 18 × 2 36. അങ്ങനെ നമ്മൾ LCM ലസാഗു കണ്ടെത്തി. ഇപ്പോൾ LCM കാണാൻ ഈസി ആയിരിക്കുമല്ലോ അല്ലേ, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ LCM കണ്ടു 36 എന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ LCMനെ കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഗുണനഫലം കിട്ടുമല്ലോ, അതിൽ ഏതാണോ വലുത് കിട്ടുന്നത് അതായിരിക്കും വലിയ ഭിന്നസംഖ്യ, ഏതായിരിക്കും ചെറുത് കിട്ടുന്നത് അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. നമുക്ക് നോക്കാം. ഇവിടെ LCM 36 ആണ് കിട്ടിയത്. നമ്മൾ ആദ്യത്തെ ഭിന്നസംഖ്യ എടുക്കുന്നു 5/6. 5/6നെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 30 കിട്ടുന്നു. അടുത്തത് 1/2 എടുക്കുന്നു, അതിനെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 18 കിട്ടുന്നു. അടുത്തത് 7/9 × 36 ചെയ്യുന്നു, 28 കിട്ടുന്നു. അതുപോലെ തന്നെ 1/4 ചെയ്യണം, 1/4 × 36 9 കിട്ടുന്നു. ഇനി നമുക്ക് വാല്യൂ നോക്കാം. ഇവിടെ 30 ആണ്, 18 ആണ്, 28 ആണ്, 9 ആണ്. നിങ്ങൾ തന്നെ പറയൂ, ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് 30 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. വലിയത് 5/6 ആയിരിക്കും. കാരണം നമ്മൾ LCM എടുത്ത് സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഏറ്റവും വലിയ സംഖ്യ കിട്ടിയത് ഇവിടെയാണ്, 30 ആണ് അല്ലേ. 18, 28, 9 എല്ലാം 30യേക്കാളും ചെറുതാണ്. അതുകൊണ്ട് വലുത് എന്ന് പറയുന്നത് 5/6 ആയിരിക്കും. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ വേറെ, ഇതിൽ ഏതാണ് ചെറുത്? ചെറുത് ഏതായിരിക്കും? അപ്പോൾ ഇവിടെ 9 ആണല്ലോ ചെറുത് കിട്ടിയത്, അതുകൊണ്ട് ചെറുത് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ടഫായി തോന്നുന്നെങ്കിൽ നിങ്ങൾ അതും ഒന്ന് നോക്കൂ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വലുത് ഏത് എന്നാണല്ലോ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ 2 സംഖ്യകൾ വീതം നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്നിൻ്റെ അംശവും അടുത്തതിൻ്റെ ഛേദവും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
എന്നിട്ട് വലിയ ഗുണനഫലം ഏത് അംശം വരുന്നതാണോ അതാണ് വലിയ സംഖ്യ. അതായത് നിങ്ങൾ 5/6 1/2 എടുക്കുക, ആദ്യത്തെ 2 ഭിന്നസംഖ്യ എടുക്കുക. ഓക്കെ, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10 കിട്ടും. അടുത്തത് 6 × 1 6 കിട്ടും. ഇതിൽ ഏറ്റവും ബിഗ്ഗർ നമ്പർ 10 ആണല്ലോ. അപ്പോൾ 10 കിട്ടാൻ കാരണമായ അംശം ഏതാണ് എന്ന് നോക്കാം. ഇവിടെ അംശം 5 ആണല്ലോ. അപ്പോൾ ഈ അംശം, ഈ 5 എടുത്തതാണ് വലിയ നമ്പർ കിട്ടാൻ കാരണം. അപ്പോൾ ഈ 5 ഉള്ള ഭിന്നസംഖ്യ ഏതാണോ അതാണ് വലിയ ഭിന്നസംഖ്യ. അതായത് 5/6 ആയിരിക്കും വലുത്. അങ്ങനെ ഇതിൽ വലുത് 5/6 എന്ന് കിട്ടി. ഓക്കെ, 5/6ലും 1/2ലും വലുത് 5/6 എന്ന് കിട്ടി. അങ്ങനെ 1/2 അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ 7/9 എടുക്കുക, 1/4 എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 7 × 4 28 കിട്ടും. അടുത്തത് 9 × 1 9 കിട്ടും. ഇതിൽ ബിഗ്ഗർ നമ്പർ 28 ആണ്. 28 കിട്ടാൻ കാരണമായ അംശം 7 ആണ്. അപ്പോൾ 7 അംശം വരുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 7/9 ആണ്. അപ്പോൾ ഇതിൽ വലിയ ഭിന്നസംഖ്യ 7/9 ആണ്. അങ്ങനെ 1/4 അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ 5/6ഉം 7/9 മാത്രം ബാക്കിയായി. ഇനി ഇതിലേതാണ് വലുതെന്ന് നോക്കാം. ഓക്കെ, ബാക്കിയായത് 5/6ഉം 7/9 ആണ്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 9 45 അല്ലേ, 5 × 9 45, 6 × 7 42. ഇതിൽ വലിയ നമ്പർ 45 ആണ്. 45 വരാൻ കാരണമായത് 5 × 9ൽ 5 എന്ന് പറയുന്ന അംശം ഇവിടെ ഉണ്ട്. അപ്പോൾ 5/6 ആണ് വലുത്. അങ്ങനെ ഇതിൽ വലുത് ഏത് എന്ന ക്വസ്റ്റ്യനിൽ ആൻസർ 5/6 ആയിരിക്കും. ഈ മെത്തേഡ് തന്നെ നമുക്ക് ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ ഏത് അത് കണ്ടെത്താൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ എന്നതാണ്. 7/12 സാധാരണയാണ്. 5/8ഉം സാധാരണ ഭിന്നമാണ്. 2/3ഉം 1/6ഉം സാധാരണ ഭിന്നമാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാറ്റിലും ഒരുപോലെയാണോ എന്നാണ്. 7/12 5/8 2/3 1/6 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെയല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഭിന്നസംഖ്യ എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 7/12 എടുക്കുക, 5/8ഉം എടുക്കുക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 7 × 8 56. അടുത്തത് 12 × 5 എത്ര കിട്ടും? 2 × 5 10, 1 × 5 5 + 1 6. അങ്ങനെ 60 കിട്ടി. ഇതിൽ നമുക്ക് ചെറുതാണ് വേണ്ടത്. അപ്പോൾ 56 ആണ് ചെറുത്. അപ്പോൾ ചെറുത് വരാൻ കാരണമായ 7 ഉള്ളത് എവിടെയാണ്? 7/12ലാണ്. ഈ 7 എന്ന അംശമുള്ളത് 7/12ലാണ്. അതുകൊണ്ട് 7/12 ആയിരിക്കും ചെറിയത്. അപ്പോൾ 5/8 അങ്ങ് ക്രോസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് 2/3ഉം 1/6ഉം എടുക്കാം. ഓക്കെ, 2/3ഉം 1/6ഉം എടുക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 2 × 6 12, 3 × 1 3. ഇവിടെ ചെറിയ നമ്പർ 3 ആണല്ലോ. അപ്പോൾ 3 × 1 ആണ്. ഇവിടെ 3 അംശത്തിലില്ല, പിന്നെ ഉള്ളത് 1 ആണ് അല്ലേ. 1 അംശത്തിലുള്ളത് 1/6ലാണ്. അപ്പോൾ 1/6 ആണ് ചെറുതെന്ന് കിട്ടി. അങ്ങനെ നമ്മൾ 2/3 അങ്ങ് തടയുന്നു. ഇനി ബാക്കിയുള്ളത് 7/12ഉം 1/6ഉം ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 6 42, 12 × 1 12. അപ്പോൾ ഇവിടെ ചെറിയ നമ്പർ 12 ആണ്. അത് കിട്ടാൻ കാരണമായത് 1 ഇവിടെയാണ്. അപ്പോൾ 1/6 ആണ്. അങ്ങനെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1/6 ആയിരിക്കും.
ഭിന്നസംഖ്യ എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലായിരിക്കും. ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല ടൈപ്പ് മെത്തേഡുകളുണ്ട്. എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും ബൈ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് കൂടുതൽ ടോപ്പിക് ചെയ്യാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ.